ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ SGX നിഫ്റ്റിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റും ആൻഡ് നാളത്തെ ടെക്നിക്കൽ ലെവൽസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നമുക്ക് SGX നിഫ്റ്റിയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണണം പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, നിങ്ങൾ മറന്നു പോണ്. സബ്സ്ക്രിപ്ഷനൊന്നും ഇല്ല, ജീവിച്ചു പോയിക്കോട്ടെ പ്ലീസ്. SGX നിഫ്റ്റിനെ കുറിച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എക്സ്പേർട്ടിൻ്റെ കാര്യമില്ല ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണത്. മിക്കവർക്കും അറിയില്ല, അത് ഏത് സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ ഇതിനെക്കുറിച്ചിട്ട് അറിയാം. സാധാരണ നമ്മളുടെ സൈറ്റുകളിലൊന്നും കിട്ടാറില്ല അത്. സോ ഐ തോട്ട് ഞാനിത് ഒരു 4-5 വർഷം മുന്നേ അനുഭവിച്ചിട്ടുള്ളതാണ്, ഇത് എന്താണ് സംഭവം എന്നൊക്കെ. ഇപ്പോൾ കുറച്ചും കൂടിയും മിക്ക 1-2 സൈറ്റുകളിൽ ഇപ്പം ഉണ്ട്. അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അന്നത്തെ ഒരു ടൈമിൽ. നിഫ്റ്റി ക്ലോസിങ് 11,937, 40 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് 40,707, 162 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് നിഫ്റ്റി ബാങ്ക് 24,635, 323 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് നിഫ്റ്റി ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെന്ന് പ്രീവിയസ് ക്ലോസിംഗ് വാസ് 11,896 ആൻഡ് ടുഡേസ് ഓപ്പണിംഗ് 11,958. നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ നല്ലൊരു ബെസ്റ്റ് പോസിറ്റീവ് മോഡലാണ് ഇന്നത്തെ ഓപ്പണിംഗ് ഉണ്ടായത്. ആൻഡ് intraday high went up to 12,018. ആക്ച്വലി നമ്മുടെ ഹൈ എൻഡ് 12,025 ആയിരുന്നു ലാസ്റ്റ് വീക്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ അവിടേക്ക് എത്തിയില്ല. 12,018 ഹൈ ആയിരുന്നു ഇന്നത്തെ. ആൻഡ് ഡേ ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ 11,775. എന്താ പറയുക, കത്തിപ്പോയി അങ്ങനെ. പക്ഷേ ലാസ്റ്റ് അവറിൽ കുഴപ്പമില്ലാണ്ട് തിരിച്ച് കയറി. ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. നല്ലൊരു പോസിറ്റീവ് മോഡിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ആൻഡ് 12,000 ഈസി ആയിട്ട് ചാടി കടന്നു. ബട്ട് അവിടെയാണ് പ്രോബ്ലംസ്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഒരു സെഷനിൽ സംഭവിക്കുന്നത്. ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ, ആ ഒരു സോൺ, അത് 12,000 മീതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട് പ്രോബ്ലം. സോ അവിടെ വീണ്ടും ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ആ ഒരു ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലൊരു കറക്ഷനിലേക്ക് കൊണ്ടെത്തിച്ചു ഇന്ന് നിഫ്റ്റീനെ. ബട്ട് ലാസ്റ്റ് അവറിൽ അത് റിക്കവർ ചെയ്തു ഓൾമോസ്റ്റ്. ആൻഡ് ഇന്നും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പോയിൻറ്റിൻ്റെ ഗെയിനോട് കൂടിയിട്ട് തന്നെയാണ്. ഇത് 4ാമത്തെ ദിവസമാണ് അങ്ങനെ ഹയറിൽ വീണ്ടും ക്ലോസ് ചെയ്യുന്നത്. സോ ഇന്ന് നമുക്ക് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് നിഫ്റ്റി ഫോംസ് ഹാങ്ങിങ് മാൻ പാറ്റേൺ ആണ്. ഓക്കെ, ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് 12,000 ഒരു പേടി സ്വപ്നം തന്നെ. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എന്തായാലും 12,025 മുകളിൽ ക്ലോസ് ചെയ്ത് നടക്കണം. അതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു കറക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലാണ്ട് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, സംശയം വേണ്ട. 11,660 തന്നെയാണ് അടുത്തൊരു പൊട്ടൻഷ്യൽ ടാർഗറ്റായിട്ട് കാണുന്നത്, സപ്പോർട്ട് ലെവൽ. സോ ട്രേഡിംഗ് റേഞ്ച് 11,600 to 12,100 ഇടയിലാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കാണുന്നത്. ആൻഡ് നാളെ എക്സ്പയറി ആണ്, സോ വെരി കെയർഫുൾ. നെക്സ്റ്റ് ഇന്ത്യ വിക്സ് മൂഡ് ബൈ 0.99% ഇന്ന് 22.69 നിന്ന് 22.91 ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ഫോർ നിഫ്റ്റി ടുഡേ. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് സൂപ്പറായിട്ട് ഇതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മോഡിൽ ഓപ്പൺ ചെയ്തു. 24,444.20. ആൻഡ് ഇന്നത്തെ ഹൈ വാസ് 24,823. ആൻഡ് റിമൈൻഡ് റിയലി വോളറ്റൈൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ആൻഡ് ഒരു 700 പോയിൻറ്റ്സിൻ്റെ ഒരു നല്ലൊരു റാലി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ലൊരു കറക്ഷനും വന്നു. ആൻഡ് ഇറ്റ് ഗോൺ അപ് ടു 24,099 വരെ എത്തി. ബട്ട് വെരി സ്മാർട്ട്ലി ഭംഗിയായിട്ട് റിക്കവർ ചെയ്തു അറൗണ്ട് 500 പോയിൻറ്റ്സ്. ആൻഡ് ക്ലോസ്ഡ് അറ്റ് 24,635, അതായത് 323 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ടോട്ടൽ 1.33% നേട്ടം ഇന്ന്. ബാങ്ക് നിഫ്റ്റി ഫോംഡ് ടുഡേ ബുള്ളിഷ് പാറ്റേൺ വിത്ത് ലോങ് ഷാഡോ. Tomorrow's support and resistance.
tomorrow Bank Nifty should hold 24,250. അതിലും മുകളിലായിട്ട് ഹോൾഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഒരു 25,000 അപ്പ് മൂവ്മെൻറ്റ് കാണാൻ പറ്റുള്ളൂ. ദെൻ 25,200. അറ്റ് ദ സെയിം ടൈം സപ്പോർട്ട് ഈസ് എക്സിസ്റ്റ് 24,000 മെയിനായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ ഈസ് 23,750. ഇതൊക്കെയാണ് ലെവൽസുകൾ. ദാറ്റ്സ് ഇറ്റ് ഫോർ ബാങ്ക് നിഫ്റ്റി. യെസ്, അടുത്തത് എഫ് ഐസ് ഡാറ്റ. ബൈ വാല്യൂസ് 8,448. നല്ലൊരു ബൈങ്ങാണ് നടത്തിയിട്ടുള്ളത്. ആൻഡ് അതോടൊപ്പം തന്നെ അവർ സെല്ല് ചെയ്തിട്ടുള്ള 6,339, കുഴപ്പമില്ലാത്ത തന്നെ. ആൻഡ് നെറ്റ് വാല്യൂസ് 2,108. നോ പ്രോബ്ലം, നല്ലൊരു ബൈങ് നടത്തിയിട്ടുണ്ട് എഫ് ഐസ്. അതേസമയം ഡി ഐസ് നോക്കുകയാണെങ്കിൽ ബൈ വാല്യൂസ് 3,951, സെൽ വാല്യൂസ് 5,585. നല്ലൊരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ആൻഡ് നെറ്റ് വാല്യൂസ് 1,633, മൈനസ് 1,633. ഓപ്ഷൻ ചെയിനിൽ കോൾ ഡാറ്റ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് 12,000 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 12,500. പുട്ടിൻ്റെ സെയിം ടൈം നോക്കുകയാണെങ്കിൽ 11,800 മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 11,700. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അടുത്തത് SGX നിഫ്റ്റി. SGX നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SGXൻ്റെ ഫുൾ ഫോം സിംഗപ്പൂർ എക്സ്ചേഞ്ച് നിഫ്റ്റി. സോ മിക്കവർക്കും കൺഫ്യൂസ്ഡ് ആകും. മിക്ക TV ചാനലിലും അതുപോലെ വാർത്താ ചാനലിലൊക്കെ പറയണേക്കാം SGX നിഫ്റ്റി ഗതി അനുസരിച്ചിട്ടാണ് ഓപ്പണിംഗ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ്. അതായത് SGX എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ എക്സ്ചേഞ്ച്. ആൻഡ് സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ നമ്മളുടെ നിഫ്റ്റിയുടെ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ടു ബി പ്രിസൈസ്, നിഫ്റ്റി കോൺട്രാക്ട് വിച്ച് ഈസ് ട്രേഡഡ് ഇൻ സിംഗപ്പൂർ എക്സ്ചേഞ്ച്, അതാണ് SGX നിഫ്റ്റി. അടുത്തത് സിംഗപ്പൂർ നിഫ്റ്റിയിൽ ഒരു ട്രേഡിംഗ് ടൈം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ഓൾമോസ്റ്റ് 2 hours വ്യത്യാസമുണ്ട്. അവർ നമ്മളെക്കാട്ടും മുന്നാണ്, ഒരു 2 മണിക്കൂർ മുന്നാണ്. സോ ഞാൻ ഇന്ത്യൻ ടൈമിൽ പറയാം, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇന്ത്യൻ ടൈമിൽ അവർക്ക് 2 ട്രേഡിംഗ് സെഷൻസ് വരുന്നുണ്ട്. ഓക്കെ, T ആൻഡ് T+1 അങ്ങനെയാണ് അവരുടെ ഒരു ട്രേഡിംഗ് സെഷൻ പറയുന്നത്. സോ T ഈസ് സ്റ്റാർട്ടിങ് 6:30 മോർണിംഗ്, നമ്മുടെ ഇന്ത്യൻ ടൈം 6:30 അവരുടെ ട്രേഡിംഗ് സ്റ്റാർട്ട് ആവുന്നു. ആൻഡ് 3:40 ആഫ്റ്റർനൂൺ 3:40 അവർ ക്ലോസ് ചെയ്യുന്നു. അത് T എന്നൊരു ട്രേഡിംഗ് ആ സെക്ഷൻ ഫിനിഷായി. ആൻഡ് T+ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:10 അതായത് 3:40 ഫസ്റ്റ് സെഷൻ ക്ലോസ് ചെയ്തു. അഗെയിൻ 4:10 അവർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അപ് ടു മിഡ് നൈറ്റ് 2:15 ക്ലോസ് ചെയ്യുന്നു. അത് T+. സോ വൺസ് അഗെയിൻ 6:30 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3:40 ക്ലോസ് ചെയ്തു. അഗെയിൻ 4:10 അവർ തുറന്നിട്ട് വീണ്ടും 2:15 ക്ലോസ് ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രേഡിങ് അവരുടെ സെഷൻസ് വരുന്നത്. ആൻഡ് നമുക്ക് ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് വരുന്നത് ഒന്ന് investing.com ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മണി കൺട്രോൾ. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക മണി കൺട്രോളിലാണ്. എന്താണെന്ന് വെച്ചാൽ മണി കൺട്രോളിലാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരാറുള്ളത്. അതായത് പ്രിസൈസായിട്ട് investing.comൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇന്നത്തെ രാത്രി 2:15 വരെ അവിടെ ട്രേഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ investing.comനെ സംബന്ധിച്ചിടത്തോളം investing.com ഓൺലി ഷോസ് അവരുടെ 11:30 ഒരു പ്രൈസായിരിക്കും അവർ പിറ്റേ ദിവസം കാലത്ത് 6 വരെ കാണിക്കും. പക്ഷേ നമ്മൾ മണി കൺട്രോളിലൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഫിഗർ നമുക്കറിയാൻ പറ്റും. ആൻഡ് ഇനി മണി കൺട്രോളിൽ എങ്ങനെ ഇത് ചെക്ക് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി കൺട്രോൾ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് കാണാം. അതിൻ്റെ അടിയിലായിട്ട് വ്യൂ ഓൾ ഗ്ലോബൽ മാർക്കറ്റ്സ് ഉണ്ടാവും. അതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SGX നിഫ്റ്റി കിട്ടും. ഓക്കെ, അങ്ങനെയാണ് മണി കൺട്രോളാണ് ഒരു പ്രിസൈസ്
റിസൾട്ട് തരുന്ന ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ investing.com നമ്മൾ ഇപ്പോൾ ഞാൻ 11 o'clockനാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ടൈമിൽ നോക്കിയിട്ട് മണി കൺട്രോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബിക്കോസ് 11 o'clock 11:30 വരെയോ investing.com അപ്ഡേഷൻ നടക്കണുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 11:30 വരെയുള്ള അല്ലെങ്കിൽ 11 o'clock വരെയുള്ള ആ പ്രൈസാണ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ബട്ട് ഡസൻ മേക്ക് എനി സെൻസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് തന്നെ എപ്പോഴും നോക്കാറ് പ്രീ മാർക്കറ്റിന് നമ്മൾ ചെക്ക് ചെയ്യാറ് എപ്പോഴും കാലത്ത് തന്നെയാണ്. സോ 6:30 ശേഷം investing.com ചെക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം തന്നെ കിട്ടും. ആൻഡ് വൺ മോർ തിങ്, ഞാൻ നേരത്തെ സിംഗപ്പൂർ എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു, അത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. സോ പക്ഷേ അതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 minutes ലേറ്റ് ആയിട്ടാണ് അതിൽ ഡാറ്റാസ് അപ്ലോഡ് ആവുള്ളൂ. സോ മണി കൺട്രോൾ ഈസ് ദ ബെസ്റ്റ്, ഐ തിങ്ക്. ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. ഇന്നത്തേക്ക് SGX നിഫ്റ്റിനെ കുറിച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ചെയ്യണമെങ്കിൽ നല്ലൊരു ലെങ്തി വീഡിയോ ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SGX നിഫ്റ്റി ഈസ് സംതിങ്, എന്താ പറയുക, അതിനെക്കുറിച്ചിട്ട് ഒത്തിരി പറയാനും പഠിക്കാനും ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന ഒരു നിസാര സംഭവമല്ല SGX നിഫ്റ്റി എന്ന് പറയുന്നത്. നമ്മളുടെ മാർക്കറ്റിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് ശരിക്കും പറയുകയാണെന്ന് ഇവരൊക്കെയാണ് ഒരു പരിധി വരെ. സോ ദർ ഇസ് സോ മെനി തിങ്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ വരുന്നുള്ളൂ. ബൈ പ്ലീസ്. അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇനിയും നല്ല വീഡിയോകളുമായിട്ട്, ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. സോ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൾസോ. മണി എന്തായാലും അടിച്ചോളൂ, ടിനിങ്. ആൻഡ് നാളെ വീക്ക്ലി എക്സ്പയറി ആണ്. ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ, അതനുസരിച്ചിട്ട് ട്രേഡ് എടുക്കുക, ട്രാപ്പ് ആവരുത് എന്നും പറയുന്ന ഡയലോഗ്സ് വീണ്ടും ആവർത്തിക്കുന്നു മാത്രം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പ്ലീസ് കൺസൾട്ട് വിത്ത് യുവർ ഫിനാൻഷ്യൽ അഡ്വൈസർ before you enter the market. Happy trading. Take care. Good night.